രാമേന്ദ്ര, ഇനി വരുമ്പോ നീ എന്നെ കോവിലകത്ത് അന്വേഷിക്കണ്ട. ഞാൻ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കാണും. കുഞ്ഞിക്കുട്ട, ഞാൻ പറയുന്നു നീ മനസ്സിലാക്ക്. എന്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല. 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് ഓടി നടക്കുന്ന എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. എട്ടും പൊട്ടും தெரிയാത്ത നീ സിറ്റി കിടന്ന് വട്ടം കറങ്ങും. അതുമല്ല, ഞാൻ നിന്നെ കടത്തിക്കൊണ്ടുപോയി അറിഞ്ഞാ നിന്റെ അച്ഛൻ എന്റെ വീട്ടുകാരെ തല്ലിക്കൊല്ലും. അതിന് ഞാൻ നിന്റെ കൂടെ വരുന്നതെന്ന് ആരും അറിയില്ലല്ലോ രാമേന്ദ്ര. കോവില ഒരു തട പറയാ, നീ എന്നെ രക്ഷിച്ചേ പറ്റൂ. കുഞ്ഞിക്കുട്ട, ഇത്ര ആർഭാടമായിട്ട് ജീവിച്ച് ശീലിച്ച് നിന്നെ പോറ്റാൻ എനിക്ക് പറ്റുമോ? അക്കാര്യം നീ ആലോചിക്കേ വേണ്ട. എന്റെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ഞാൻ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും. രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഇനി നീ തടസ്സം പറയല്ലേ രാമേന്ദ്ര. അല്ല, നീ രൂപ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. സംഘടിപ്പിക്കും, എങ്ങനെ സംഘടിപ്പിച്ചിരിക്കും. ദീപം ദീപം. ഈ സന്ധ്യാസമയത്ത് രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിച്ചു കേൾക്കാന്ന് വെച്ചാൽ വളരെ നല്ലതാ. ഒരൈശ്വര്യം തന്നെയാ. രണ്ടുപേർക്കും സംസ്കൃതം നല്ല വശമുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ പച്ചവെള്ളം പോലെ. രാമായണം എടുത്ത് വായിക്കാം, കേക്കട്ടെ. രാമായണം സംസ്കൃതമാണോ മലയാളമാണോ? രണ്ടുമുണ്ട്. ആരാ വായിക്കണത്? അങ്ങോട്ട് വായിച്ചോളൂ ചെറിയാമനാരെ. വായിക്കായിരുന്നു. കണ്ടശുദ്ധി കൂടുതൽ വലിയ രാമനായർക്കല്ലേ. അങ്ങോട്ട് തുടങ്ങിക്കോലേൻ. എന്താ ഈ പറയണത്? രാത്രി ആയാലും എനിക്ക് കണ്ണ് പിടിക്കില്ലെന്നറിയില്ലേ? ഇത്തിരി കണ്ടശുദ്ധി പറഞ്ഞാലും ചെറിയ രാമനായർ എന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ഞാൻ തർക്കം വേണ്ട. ചെറിയ രാമനായർ തന്നെ ഐശ്വര്യമായിട്ട് വായിച്ചോളൂ. ആരാ അവിടെ? ആ രാമായണം കൊടുക്കൂ, സംസ്കൃതം. ഓ ചെറിയമ്പ്രാൻ വിളിക്കണ്ടെന്നാ തോന്നണേ. ഇതേ വരണു. ഞാൻ ഒരു കഥ പറഞ്ഞോടത്തോണ്ടിരിക്കായിരുന്നു. ഇനി അത് മുഴുമിപ്പിച്ചില്ലെങ്കിൽ ദേഷ്യം പിടിച്ചെങ്കിലോ? അല്ല ഞാൻ എന്നാ പിന്നെ അല്ല വലിയരാമൻ തന്നെ വായിച്ചോളൂ. എന്ത് രാമായണം? പക്ഷേ എനിക്ക് 41 ദിവസം രാമായണം കൈകൊണ്ട് തൊട്ടുകൂടാന്ന് അമ്മാവിന്റെ പെരിയാ. മരിച്ചിട്ട് ഇന്ന് 10 ആയുള്ളൂ. 41 ദിവസം കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കാലോ. അമ്മാവന് ഞാനെന്ന് വെച്ച ജീവനായിരുന്നു. ഞങ്ങളെ കുടുംബത്തിന്റെ നെടുന്തൂണല്ലായിരുന്നു അമ്മാവൻ. അമ്മാവാ എന്താ ഉണ്ണൂടാ? പിന്നെ ഞാൻ ഒന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? ഒന്നിനുമില്ല, വെറുതെ കയ്യിൽ വെക്കാൻ. എന്തിനാ ഇപ്പൊ രൂപ വെറുതെ കൈ വെക്കണത്? അതിപ്പോ ഒന്നിനും അല്ലെങ്കിലും അവന്റെ കയ്യിൽ വെക്കാൻ കുറച്ച് രൂപ കൊടുത്താൽ എന്താ? മോന്റെ ഒരു ആഗ്രഹമല്ലേ? കൊടുക്കാലോ. എന്തിനാണെന്ന് ചോദിച്ചു മാത്രം. വെച്ചോളൂ. ഇതാ, ഞാൻ ചോദിച്ചാൽ അച്ഛൻ രൂപ തരാതിരിക്കില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. 20 രൂപ. എന്തിനാ? യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ. എന്താ ഇത് കൂടിപ്പോയോ? കുറച്ച് കൂടുതലാ. താമസം, ഭക്ഷണം, യാത്രാ ചെലവ്, പിന്നെ നമുക്ക് അനാഥ മന്ദിരങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന്. ഇത് വെച്ച് നമ്മളൊരു കലക്കോ അല്ലേ കുഞ്ഞുകുട്ടാ? നീയൊക്കെ ഇത് കോത്തായി തീർന്നടാ. കുഞ്ഞുകുട്ടാ, നിനക്ക് നഗരജീവിതമല്ല നരകജീവിതമേ വിധിച്ചിട്ടുള്ളൂ. നിന്റെ കാര്യം പോക്കടാ. രാമേന്ദ്ര, അപ്പോ ഇത് പോരാന്നാണോ? ഇനിയൊരു 20 രൂപയും കൂടെ ഉണ്ടായാൽ മതിയാവോ? മാങ്ങാ തൊലി. എടാ, നിന്റെ ആ മൂരാച്ചി തന്തടയില് പൂത്ത പണം ഉണ്ടല്ലോ, അട്ടിയായിട്ട് അടുക്കി വെച്ചിരിക്കല്ലേ. വലിക്കാനോ? പണപ്പെട്ടി പൊക്കാൻ. മോഷണം? അതൊക്കെ പാപല്ലേ രാമേന്ദ്ര? അയ്യോ, ഞാൻ പറയുന്ന പോലെ കേൾക്കാൻ നീ തയ്യാറാണോ? നീ പറയുന്നത് പോലെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചെയ്യും? എന്നാ നീ ആദ്യം ചെയ്യേണ്ടത്, കൂടെ 2 അവലക്ഷണവും പിടിച്ചവന്മാരെ കിടക്കുന്നില്ലേ, ഈ 20 രൂപ അമ്മമാരെ കൊടുത്തിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി പറഞ്ഞുവിട്. അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ നിശബ്ദതയിൽ നീ നേരെ നിന്റെ അച്ഛന്റെ മുറിയിലേക്ക് എല്ലാം ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറക്കണം. എന്നിട്ട്
എന്നിട്ട് നിന്റെ അച്ഛൻ താക്കോൽ എവിടെയാ വെച്ചിരിക്കുന്നത്? അച്ഛന്റെ തലയണക്കടിയില്. അച്ഛനെ ഉണർത്താതെ നിശബ്ദമായി താക്കോൽ എടുക്കണം. എന്നിട്ട് എന്ത് പണ്ടാറം? പെട്ടിക്കകത്ത് കാശെടുക്കണം. എന്തായി, കിട്ടിയോ? കിട്ടി. എനിക്ക് പേടിയാവുന്നു രാമേന്ദ്ര. ഒന്ന് പേടിക്കല്ലേ, വേഗം വാ. എന്നാലും എന്റെ മോനെ നീ എന്റെ അടുത്ത് പറയാതെ പോയല്ലടാ. എന്റെ മോനെ, അയ്യോ അമ്മേ. എപ്പോഴാ ഇത് സംഭവിച്ചത്? വലിയ രാമന്നാരും ചെറിയ രാമന്നാരും വാതിക്ക് തന്നെയാ കടന്നിരുന്നത്. എന്നിട്ട് അവരെവിടെ? അവരാ ഞങ്ങള്. നേരം വെളുത്തപ്പോ തമ്പ്രാനെ കാണാനില്ല. അപ്പൊ വാതിൽ കടന്നു പോയിട്ടില്ല എന്ന് ഉറപ്പാ? പിന്നെ ജെല്ല് വഴി പോയെന്നാണോ? ശ്രദ്ധയില്ലായിട്ടല്ലേ? രണ്ടാളെ വെറുതെ വിടുന്നു വരുന്നുണ്ടോ? ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവൻ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ല. എന്നാ സാരല്ലേ, പോയി നാടൊക്കെ ഒന്ന് ചുറ്റിട്ട് വരട്ടെ. എന്താ? ഒന്നുമില്ല, ഒരു കംപ്ലൈന്റ് എഴുതി തരണമെന്ന്. ആ, ഇന്നലെ അക്കരെ കടലിൽ ഒരു തോണിക്കാര മാപ്പിള കണ്ടിരുന്നു അത്രേ. ആരെ? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ. തമ്പ്രാൻ ഒറ്റയ്ക്കല്ല, പിന്നെ ആരാ കൂടെ? ഇന്ന് ഞാൻ അവനെ പൊക്കും, പറയടാ. ഏമാന്റെ അടിയെ ഡാമ്പീട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ആ ചെറുക്കന്റെ കൂടെയാ പോയിരിക്കണത്. അവന്റെ കള്ള നോട്ടും ചില രഹസ്യം പറച്ചിലും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തീവ്രമായിട്ടുള്ള അന്വേഷണം തുടങ്ങാൻ പോയാണ്. പോട്ടെ. അവിടെ നിൽക്കണോ? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ എന്തുദ്ദേശത്തിൽ ആ തമ്മാടിച്ചക്കൻ കടത്തിക്കൊണ്ട് പോയത് പറയൂ. അക്കാര്യം അന്വേഷിക്കാനാ ഞാൻ പോണത്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കുഞ്ഞുക്കുട്ടനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ കുടുംബം ഞാൻ കൊളന്നുണ്ടു. അപ്പോ ഒന്ന് മാറിക്കടോ, കേസന്വേഷിക്കാൻ പോകുമ്പോഴല്ലേ തടസ്സം നിൽക്കണേ. പണിക്കരേ, എന്താ പണിക്കരേ, പോയി പണിക്കരേ. ഇത്രയും കാലം കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയതും കാവൽ നിർത്തിയതും ഒക്കെ വെറുതെയായി. വിഷമിക്കാതിരിക്കൂ, എന്തിനും പരിഹാരം ഉണ്ടാവും. ഞാനല്ലേ പറയണത്. ഹരിശ്രീ ഗണപതി നമഃ. എന്താ പണിക്കരേ, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്, കാണുന്നുണ്ട്. എന്താണാവോ? യാത്രയിലാണ്, അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക, ദൂരെ ദൂരേക്ക്. ഈ ദൂരെ ദൂരെ എന്ന് പറയുന്നത് വല്ല ദുബായിലേക്കോ മറ്റായിരിക്കോ? സന്ദർഭം നോക്കാതെ വിഡിത്തരം പറയരുത്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എന്തെങ്കിലും ഒരു സൂചന അന്വേഷിച്ച് ചെല്ലാൻ. ഉണ്ട്, സൂചനയുണ്ട്. കാടും മലയാണ് കാണുന്നത്, ഘോരവനം, കാട്ടുമൃഗങ്ങൾ നിറഞ്ഞ, കാട്ടാറുകൾ നിറഞ്ഞ, മനുഷ്യവാസം തീരെ കുറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇപ്പൊ യാത്ര.